ഗൾഫിൽ പോയി ജോലി നോക്കണമെന്നായിരുന്നു ആഗ്രഹം. അതായത് PSCയോടൊന്നും ആ സമയത്തൊന്നും എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. അവിടെ എത്തിയപ്പോഴാണ് യഥാർത്ഥ ഒരു സ്ട്രഗിൾ മനസ്സിലാവുന്നത്. അതായത് നമ്മൾ ഗൾഫ് ജീവിതം നമ്മളാരും വിചാരിച്ചതല്ല. നമ്മൾ മുന്നേ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻസും PSC ഇപ്പോൾ ചോദിക്കുന്നില്ല. അത് ചോദിക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ പാറ്റേൺ തന്നെ അവർ മാറ്റിയിട്ടുണ്ട്. പഴയ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാവാത്ത രീതിയിലാണ് ഇപ്പോൾ ചോദിക്കുന്നത്. ഒരു എക്സാം നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബുക്ക് എടുത്ത് വാരി വലിച്ച് പഠിക്കുക എന്നുള്ളതല്ല. നമ്മൾ ആദ്യം ആ എക്സാമിനെ പഠിക്കുക എന്നുള്ളതാണ്. ചിലർ പറയാറുണ്ട് പഠിക്കുമ്പോൾ നമുക്ക് ഓവർസിയറും ക്രാക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. പക്ഷെ അത് അങ്ങനെയല്ല. ഇപ്പോൾ പുതുതായിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്ന സ്റ്റുഡൻസിനോടോ അല്ലെങ്കിൽ ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനോട് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. ഞാൻ കൊല്ലം ജില്ലയിലെ നിലമേലാണ് എൻ്റെ സ്ഥലം. ഞാൻ 2020 BTech പാസ് ഔട്ടാണ്. ഈ കഴിഞ്ഞ ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാമിന് 4th റാങ്ക് ഞാൻ ക്രാക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പം നിലവിൽ ഞാൻ വർക്ക് ചെയ്യുന്നത് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് സൂപ്രണ്ടായിട്ടാണ്. ഞാൻ സിവിലിയൻസിൽ 2022 ബാച്ചിലാണ്, നവംബർ ബാച്ചിലാണ് ജോയിൻ ചെയ്തത്. ഞാൻ 2020 എഞ്ചിനീയറിംഗ് കഴിയുന്നത്. അപ്പോൾ 2020 എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം എനിക്ക് പിന്നെ ഗൾഫിൽ പോയി ജോലി നോക്കണമെന്നായിരുന്നു ആഗ്രഹം. അതായത് PSCയോടൊന്നും ആ സമയത്തൊന്നും എനിക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ടായില്ല. അപ്പം അങ്ങനെ ഗൾഫിൽ ഇൻ്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്ത് എങ്ങനെയെങ്കിലും ഗൾഫിൽ എത്തി. അവിടെ എത്തിയപ്പോഴാണ് യഥാർത്ഥ ഒരു സ്ട്രഗിൾ മനസ്സിലാവുന്നത്. അതായത് നമ്മൾ ഗൾഫ് ജീവിതം നമ്മളാരും വിചാരിച്ചതല്ല, വേറൊരു തലം ഉണ്ടെന്ന് മനസ്സിലാക്കിയത് അങ്ങനെയാണ്. അങ്ങനെ ഒരുപാട് ആലോചിച്ച് ചിന്തിച്ചിട്ട് ആണ് ഒരു ഗൾഫ് ജീവിതം വേണ്ട എന്നുള്ളൊരു ഡിസിഷൻ എത്തിയത്. എന്നിട്ട് വീട്ടുകാരോട്, അതായത് എൻ്റെ വീട്ടിലെ ഉമ്മായും വാപ്പായുമായിട്ടൊക്കെ സംസാരിച്ചു. അവർ ഓക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞാൻ ഈ ഗൾഫ് ജീവിതം ഉപേക്ഷിച്ച് നാട്ടിലേക്ക് വരുന്നത്. നാട്ടിൽ വന്നപ്പോൾ ആദ്യമായിട്ട് എനിക്ക് ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, നാട്ടിലൊരു സ്റ്റേബിളായിട്ടുള്ളൊരു വരുമാനമുള്ളൊരു ജോബും വേണം, മാത്രമല്ല ഒരു റെസ്പെക്ട്ഫുള്ളും ആയിരിക്കണം. അപ്പോൾ 10 പേര് കണ്ടു കഴിഞ്ഞാൽ ഒരു എന്നുവെച്ചൊക്കെയായിട്ട് നമ്മളൊരു ബഹുമാനിക്കുന്ന ഒരു ലെവലിലൊക്കെ ഉള്ള, അല്ലെങ്കിൽ ഒരു അഭിമാനത്തോടെ കാണുന്ന ഒരു ലെവലിലുള്ള ഒരു ജോബ് വേണമെന്ന് ഞാൻ നല്ല രീതിയിൽ ആഗ്രഹിച്ചിരുന്നു. അങ്ങനെയാണ് PSC ക്രാക്ക് ചെയ്താലോ എന്നുള്ള രീതിയിൽ എൻ്റെ മൈൻഡ് വന്നത്. അപ്പം ബാങ്ക് കോച്ചിങ്ങിനൊക്കെ പോകണോ അതോ ടെക്നിക്കൽ ഫീൽഡിൽ പോകണോ, അങ്ങനെ ഭയങ്കര നല്ലൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്ന സമയം ഉണ്ടായിരുന്നു. പിന്നെയാണ് BTech പഠിച്ചതല്ലേ, അപ്പോൾ BTechുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള PSC നമ്മൾ സിവിലുകാർക്ക് ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ തന്നെ തീരുമാനിച്ചു ഇപ്പം ടെക്നിക്കലായിട്ടുള്ള കോച്ചിങ്ങിന് പോകാമെന്ന്. അങ്ങനെയാണ് ഞാൻ സിവിലിയൻസിലേക്ക് വരുന്നത്. ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാം എഴുതുന്നത് 2024 അപ്പോൾ 2024 എഴുതി കഴിഞ്ഞതിന് ശേഷം 2025 തുടക്കം തന്നെ എനിക്ക് സോയിൽ കൺസർവേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് സൂപ്രണ്ടായിട്ട് ജോലി ലഭിച്ചിരുന്നു. അപ്പോൾ അതിനുശേഷം ഞാൻ ഒരുപാട് എക്സാംസ് ജോലിക്കിടയിൽ തന്നെ നൈറ്റ് സമയം കിട്ടുമ്പോഴൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു, നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനുശേഷം എഴുതിയ എക്സാംസ് ആയിട്ടുള്ള ഹാർബർ, PWD ഇറിഗേഷൻ, 2nd ഗ്രേഡ്, 1st ഗ്രേഡ്, 3rd ഗ്രേഡ് എല്ലാ ലിസ്റ്റിലും അത്യാവശ്യം 100 അകത്ത് തന്നെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, എത്താനായിട്ട് സാധിച്ചു. അതിനെല്ലാത്തിനും ബേസായിട്ട് എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ സിവിലിയൻസിലുള്ള ഒരു നോട്ട്സും ആ ഒരു ഫൗണ്ടേഷനുമാണ്. എൻ്റെ ഈ ഒരു സ്റ്റേജിൽ ഞാനിപ്പോൾ എത്തിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ഏറ്റവും വലിയ എനിക്കൊരു എൻ്റെ സപ്പോർട്ടായിട്ട് നിന്നത് എൻ്റെ ഫാദറും മദറുമാണ്. അതായത് കാരണം അവരില്ലാണ്ട് ഞാനിപ്പോൾ ഈ ഒരു സ്റ്റേജിൽ എത്തത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഗൾഫ് ജീവിതം ഉണ്ടായിരുന്ന സമയത്ത് തന്നെ അത് അവസാനിപ്പിക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ഡിസ്കസ് ചെയ്തത് എൻ്റെ വാപ്പായും ഉമ്മയുമായിട്ടായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ എനിക്കിനി നാട്ടിൽ വന്നു കഴിഞ്ഞാൽ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കേണ്ടത് അവരാണ്. അപ്പോൾ അവരുമായിട്ട് ഞാൻ നല്ല രീതിയിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ അവർ തന്നെയാണ് എന്നോട് പറഞ്ഞത്, നിനക്ക് നാട്ടിൽ വന്ന് പഠിച്ചൊരു ഗവൺമെൻറ് ജോലി എന്തെങ്കിലും മേടിക്കാൻ സാധിക്കുമെങ്കിൽ നീ നിർത്തി വന്നോ എന്നുള്ള രീതിയിൽ എനിക്ക് നല്ലൊരു സപ്പോർട്ടാണ് എൻ്റെ വീട്ടിൽ നിന്ന് തന്നത്. അങ്ങനെയാണ് ഞാൻ നേരെ നാട്ടിലേക്ക് വരുന്നതും കോച്ചിങ്ങിന് ജോയിൻ ചെയ്യുന്നതും. കോച്ചിങ് കഴിഞ്ഞതിന് ശേഷം ഒരു 2 വർഷം കഴിഞ്ഞാണ് ഞാൻ ഒരു എക്സാം ക്രാക്ക് ചെയ്ത് എനിക്ക് ജോലിയിലേക്ക് ഞാൻ പ്രവേശിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത്, ആ ഒരു കാലയളവിൽ ജോലി ഇല്ലാതിരുന്ന സമയത്ത്, പ്രിപ്പയർ ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഒരിക്കൽ പോലും എൻ്റെ വീട്ടുകാരെന്നോട് പറഞ്ഞിട്ടില്ല ഒരു ജോലിക്ക് പോയി കുറച്ച് പൈസ കൊണ്ടുവരാനോ അങ്ങനെ രീതിയിൽ എൻ്റെ അടുത്ത് ഇന്ന് വരെ സംസാരിച്ചിട്ടില്ല. നിനക്ക് എത്രത്തോളം പഠിക്കാൻ പറ്റുന്നോ അത്രത്തോളം പഠിക്കുക, നല്ലൊരു പൊസിഷനിൽ എത്തുക എന്നുള്ള രീതിയിൽ ഒരു ബിഗ്ഗസ്റ്റ് സപ്പോർട്ടായിട്ടാണ് എൻ്റെ വീട്ടുകാർ എനിക്ക് എന്നും നിന്നിട്ടുള്ളത്. എൻ്റെ ഒരു പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ കൂടുതലും സെൽഫ് സ്റ്റഡിയാണ് പ്രിഫർ ചെയ്തിരുന്നത്. അതായത് എനിക്ക് കമ്പൈൻ സ്റ്റഡിയെക്കാട്ടി കൂടുതലും കൺവീനിയൻ്റ് ആയിട്ടുള്ളത് ഒറ്റയ്ക്ക് പഠിക്കുന്നതായിരുന്നു. അപ്പോൾ ഞാൻ കൂടുതലും ആദ്യം ഫസ്റ്റ് ഞാൻ ഓരോ ലെവൽ വെച്ച് ക്രാക്ക് ചെയ്യാന്നുള്ള രീതിയിലായിരുന്നു എൻ്റെ പ്ലാൻ. ആദ്യം 3rd ഗ്രേഡ് എക്സാംസ് ക്രാക്ക് ചെയ്യാനുള്ളൊരു സ്ട്രാറ്റജി. 3rd ഗ്രേഡ്, 2nd ഗ്രേഡ് പോലെയുള്ള എക്സാംസിന് കൂടുതലും നമ്മൾ ITയുടെ ടെക്സ്റ്റ് ആയിട്ടുള്ള നിമിയാണ് കൂടുതലും ചോദിക്കുന്നത്. അപ്പോൾ നിമി കൂടുതൽ ഞാനിപ്പോൾ എനിക്ക് മാത്രമല്ല എല്ലാവരോടും പറയുന്നത് പറഞ്ഞാൽ 3rd ഗ്രേഡ്, 2nd ഗ്രേഡ് എക്സാംസ് ഫോക്കസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ നിമി
കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഓരോ പോയിന്റ്സും അതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോ പോയിന്റ്സിൽ നിന്നും ക്വസ്റ്റ്യൻസ് വരുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കഴിഞ്ഞ കുറേ എക്സാംസുകളിലായിട്ട് കാണുന്നത്. അതിനുശേഷം ഫസ്റ്റ് ഗ്രേഡിൽ എന്ന് പറയുമ്പോൾ നിങ്ങൾ നിമിക്ക് മേലെ പഠിക്കണം. അതായത് നിമി നോക്കിയിരുന്നിട്ട് കാര്യമില്ല. അപ്പോൾ ഫസ്റ്റ് ഗ്രേഡിനും എയ്ക്കും നമ്മൾ സിവിലിയൻസിൻ്റെ കോച്ചിങ് തന്നെയാണ് ഞാൻ ബെസ്റ്റായിട്ട് പറയുന്നത്. ഇപ്പോഴത്തെ PSC എക്സാമിൻ്റെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ പണ്ടത്തെ പോലെയല്ല, ഒരുപാട് മാറി. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രീവിയസ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് കാണാതെ പഠിച്ചുകൊണ്ട് വന്ന് ഏതൊരുത്തിനും റാങ്ക് ലിസ്റ്റിൽ കയറും എന്നുള്ള രീതിയിലുള്ള ഒരു ടോക്കുകളായിരുന്നു. പക്ഷേ ഇപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുന്നേ ചോദിച്ച ഒരു ക്വസ്റ്റ്യൻസും PSC ഇപ്പോൾ ചോദിക്കുന്നില്ല. അത് ചോദിക്കുന്നുണ്ട്, പക്ഷെ അതിൻ്റെ പാറ്റേൺ തന്നെ അവർ മാറ്റിയിട്ടുണ്ട്. പഴയ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നതെന്ന് പോലും നമുക്ക് മനസ്സിലാവാത്ത രീതിയിലാണ് ഇപ്പോൾ ചോദിക്കുന്നത്. അപ്പം നമ്മൾ കൂടുതലും ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് ആണ് ചെയ്യേണ്ടത്. അതായത് നമ്മൾ എഴുതുന്ന എക്സാംസിനേക്കാളും ലെവൽ കൂടിയ ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് അതിൽ താഴെയുള്ള അതിൻ്റെ ലെവൽ കുറഞ്ഞിട്ടുള്ള ഏതൊരു ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യാനുള്ള കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് വർദ്ധിക്കും. ഇപ്പോൾ കൂടുതലും സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് ചോദിക്കുന്നത്. അപ്പം തറവായിട്ട് ഓരോ വരിയും ഓരോ സെൻറ്റൻസും തറവായിട്ട് മനസ്സിലാക്കി പഠിച്ചാലേ നമുക്കിപ്പോൾ കൂടുതലും നല്ല ഹൈ റാങ്കിലേക്ക് കയറി വരാനായിട്ട് പറ്റുള്ളൂ. സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്നവരാണ് കൂടുതലും ടോപ്പ് റാങ്കിലേക്ക് വരുന്നതെന്നാണ് ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത്. ജൂനിയർ ഇൻസ്ട്രക്ടർ എക്സാം എന്ന് പറയുമ്പോൾ 4th റാങ്ക് പ്രതീക്ഷിച്ചിരുന്നു എന്ന് വെച്ചാൽ നല്ലൊരു റാങ്ക് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. കാരണം എക്സാം എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റിയിരുന്നു. പിന്നെ ഇൻ്റർവ്യൂ ഞാൻ ഇതുവരെ അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പോൾ PSCയുടെ ഇൻ്റർവ്യൂ എന്ന് കേട്ടപ്പോൾ ചെറിയൊരു ടെൻഷനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ എന്നെ ഇപ്പോൾ ഫാക്കൽറ്റിയായിട്ട് ഞാൻ സിവിലിയൻസിലെ ഫാക്കൽറ്റിയായിട്ടൊക്കെ ബന്ധപ്പെട്ടിരുന്നു. അപ്പോൾ അവരൊരു എനിക്ക് നല്ല രീതിയിലൊരു മോക്ക് സെഷനൊക്കെ അറേഞ്ച് ചെയ്ത് തന്നിട്ടൊക്കെ തന്നെയാണ് ഞാൻ PSCയുടെ ഇൻ്റർവ്യൂവിനെ അറ്റൻഡ് ചെയ്തത്. അപ്പോൾ അതൊരു ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആദ്യമായിട്ട് PSCയുടെ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളൊരു അതിൻ്റെ കൂടെ എനിക്കൊരു കോൺഫിഡൻസും കൂടെ കൂടുതൽ ബിൽഡ് ചെയ്യുകയാണ് ചെയ്തത്. പിന്നെ ബാക്കിയെല്ലാം ദൈവത്തിൻ്റെ കയ്യിലായിരുന്നു. പിന്നെ പ്രതീക്ഷ പോലെ തന്നെ നല്ലൊരു റാങ്കിലേക്ക് എത്താനായിട്ട് സാധിച്ചു. ഇപ്പോൾ സിവിലിയൻസിലെ ഫാക്കൽറ്റി ആയിട്ടുള്ള മെമ്മറീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കരധികം ഒരു സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരായിരുന്നു എല്ലാവരും. കാരണം നമ്മൾ ഏതൊരു സമയത്തും ഒരു ഡൗട്ടൊക്കെ അയച്ചു കൊടുത്താൽ, ഇപ്പോൾ വാട്സപ്പിൽ ഇപ്പോൾ കോച്ചിങ് കഴിഞ്ഞതിന് ശേഷമായാലും കോച്ചിങ് നടക്കുന്ന സമയത്തായാലും ഏത് സമയത്ത് നമ്മൾ വാട്സപ്പിൽ ഓരോ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡൗട്ടൊക്കെ വരുമ്പോൾ നമ്മൾ അയച്ചു കൊടുത്താലും അവർ മാക്സിമം കഴിവതും ഇത്ര എളുപ്പത്തിൽ തന്നെ അവരത് ആൻസർ ചെയ്ത് നമുക്ക് കറക്റ്റ് ചെയ്ത് തരുമായിരുന്നു. പിന്നെ മോക്ക് ടെസ്റ്റുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യും. പിന്നെ നമുക്ക് ഇപ്പം ബേസിക്കലി ഇപ്പം ഈ ഒരു നമ്മളൊരു കോച്ചിങ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ മൈൻഡ് പെട്ടെന്ന് ഡൗൺ ആവാനുള്ള സാഹചര്യങ്ങളൊക്കെ ഒരുപാടുണ്ട്. അപ്പോൾ ആ സമയത്തൊക്കെ നമുക്ക് നല്ലൊരു ബിഗ്ഗസ്റ്റ് ആയിട്ടുള്ള ഒരു മോട്ടിവേഷനായിട്ട് ഫാക്കൽറ്റീസ് പലരും ഉണ്ടായിട്ടുണ്ട്. യമുന മിസ്സ്, അതുപോലെ തന്നെ ശ്രുതി മിസ്സ്, അങ്ങനെയൊക്കെയുള്ള ഇവർ രണ്ടുപേരും എന്നെ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ മാത്രമല്ല പഠിക്കുന്ന കാര്യത്തിലായാലും ഗോകുൽ സാറ്, ആനന്ദ് സാറ്, സുജീഷ് സാറ്, അങ്ങനെ ഇവരെല്ലാവരും നല്ല രീതിയിൽ നമുക്ക് ഒരു ബേസ് ഉണ്ടാക്കി തന്നിട്ടുണ്ട്. ഈ ഒരു റാങ്കിലേക്ക് എത്താനായിട്ട് നല്ല രീതിയിലൊരു ഫൗണ്ടേഷൻ ഇവരെല്ലാം ക്രിയേറ്റ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. ഫാക്കൽറ്റീസ് കൂടുതലും നമുക്ക് ചോദിക്കുന്നത് ഈ തിയറി വൈസ് സബ്ജക്റ്റുകളാണ്. അതായത് നമ്മുടെ ബിൽഡിംഗ് മെറ്റീരിയൽസ്, ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ, അങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ കൂടുതലും തിയറി വൈസ് ആയിട്ട് ഫാക്കൽറ്റീസ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പോൾ അന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. പക്ഷേ പിന്നീടാണ് നമുക്ക് മനസ്സിലായത് എക്സാമിന് എത്രത്തോളം അത് യൂസ്ഫുൾ ആയെന്നുള്ളത്. കാരണം അന്ന് നമ്മുടെ അടുത്ത് ചോദിക്കുന്ന ഓരോ ക്വസ്റ്റ്യൻസ് ആണ് പിന്നെ പരീക്ഷയ്ക്ക് നമ്മൾ കണ്ടത്. അപ്പോൾ അത് നമുക്ക് കൂടുതൽ ബ്രഷപ്പ് ചെയ്യാനായിട്ട് സഹായിച്ചിട്ടുണ്ട്. പിന്നെ പ്രോബ്ലമാറ്റിക് സബ്ജക്റ്റുകൾ എന്ന് പറയുമ്പോൾ അത് നമ്മൾ തന്നെയാണ് സ്വന്തമായിട്ട് റഫ് നോട്ട് എടുത്ത് ചെയ്ത് പഠിച്ച് അങ്ങനെ തന്നെയാണ്. അത് എത്രത്തോളം സ്പീഡാണ് ഇമ്പോർട്ടൻ്റ്. അപ്പോൾ നമ്മൾ ആ സ്പീഡ് എത്രത്തോളം കരസ്ഥമാക്കാൻ പറ്റുമോ അത്രത്തോളം ഞാൻ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഒരു എക്സാം നമ്മൾ പ്രിപ്പയർ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ബുക്ക് എടുത്ത് വാരി വലിച്ച് പഠിക്കുക എന്നുള്ളതല്ല. നമ്മൾ ആദ്യം ആ എക്സാമിനെ പഠിക്കുക എന്നുള്ളതാണ്. അതായത് ആ എക്സാമിന് വേണ്ടി ഏത് ലെവൽ വരെ പഠിച്ചാലാണ് നമുക്കത് ക്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. അതപ്പോൾ ഒരു ഓവർസിയർ എക്സാം പഠിക്കുന്ന ഒരു സ്റ്റുഡൻറ്റ് അത് ലെവലിലുള്ള നോട്ട്സ് എടുത്ത് പഠിച്ചുകൊണ്ട് ഒരു കാര്യമില്ല. കാരണം എന്ന് പറഞ്ഞാൽ ഇപ്പം ചിലർ പറയാറുണ്ട് പഠിക്കുമ്പോൾ നമുക്ക് ഓവർസിയറും ക്രാക്ക് ചെയ്യാൻ പറ്റുമല്ലോ എന്നുള്ള രീതിയിൽ പറയാറുണ്ട്. പക്ഷെ അത് അങ്ങനെയല്ല. ഓവർസിയറിന് വേണ്ടിയിട്ടുള്ള ഹയർ റാങ്കിൽ നമ്മൾ ടോപ്പ് റാങ്ക് അടിക്കണമെങ്കിൽ നമ്മൾ ഓവർസിയറിൻ്റെ ലെവലിൽ തന്നെ പഠിക്കണം. അതായത് നിമി പോലെയുള്ള സബ്ജക്റ്റുകൾ എടുത്ത് ആ ഒരു എല്ലാം തറവായിട്ട് പഠിച്ചാലേ നമുക്ക് ഓവർസിയറിൽ ടോപ്പ് റാങ്കിലേക്ക് വരാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ എയുടെ കേസിലാണെങ്കിൽ സബ്ജക്റ്റുകൾ മാത്രം നല്ല രീതിയിൽ തറവായിട്ട് പഠിക്കണം. അപ്പോൾ രണ്ടും തമ്മിൽ നല്ല രീതിയിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പം പഠിക്കുമ്പോൾ നമുക്ക് ഓവർസിയറും ക്രാക്ക് ചെയ്യാലോ എന്നുള്ള ആ ഒരു ചിന്താഗതി എല്ലാവരും മാറ്റണം. അങ്ങനെയല്ല. ഇപ്പോൾ പുതുതായിട്ട് പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങുന്ന സ്റ്റുഡൻസിനോടോ അല്ലെങ്കിൽ ഇപ്പോൾ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്ന സ്റ്റുഡൻസിനോട് ഞാൻ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം തന്നെ ഒരു കോച്ചിങ്ങിന് പോകാമെന്നുള്ളതാണ്. കോച്ചിങ്ങിന് പോയാലേ നമുക്കൊരു ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആ ഫൗണ്ടേഷനിലേ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. തറവായിട്ടുള്ളൊരു നോട്ട്സ് പ്രിപ്പയർ ചെയ്യുക.
നോട്ട്സ് പ്രിപ്പയർ ചെയ്താൽ നമുക്കൊരു ഫൗണ്ടേഷൻ കിട്ടിയെന്നാണ് അതിനർത്ഥം. എന്നിട്ട് എന്ത് ചെയ്യുക, കൺസിസ്റ്റൻസി വിടാതെ പഠിക്കുക. എക്സാം വരുന്ന സമയത്ത് മാത്രം പഠിക്കാനിരിക്കാതെ എക്സാം വരുമെന്ന് പ്രതീക്ഷിച്ച് ഇപ്പോഴേ അതിനുള്ള ഫൗണ്ടേഷൻ ബിൽഡ് ചെയ്ത് വരിക. എന്നാലേ നമുക്ക് എക്സാം ടൈമിൽ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ എക്സാമിന് 6 മാസം മുന്നേ നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്കത് ക്രാക്ക് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടായിരിക്കും. കാരണം നമ്മളെക്കാൾ അതിന് മുന്നേ പഠിച്ച് അത് കൂടുതലും പോയിന്റ്സ് പഠിച്ച സ്റ്റുഡൻസ് വേറെ ഒരുപാടുണ്ടാവും. അതുകൊണ്ട് എക്സാം ടൈമിൽ മാത്രം പഠിക്കാതെ കൺസിസ്റ്റൻസി നിലനിർത്തി പോവുക എന്നുള്ളതാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. സിവിൽ എഞ്ചിനീയറിംഗ് മത്സര പരീക്ഷകൾക്ക് ഏറ്റവും മികച്ച കോച്ചിങ് സിവിലിയൻസ്. ലേൺ ഫ്രം ദി ബെസ്റ്റ്.